പോവുകയാണ്. അതിക്രൂരമായാണ് 5 പേരെ 23കാരൻ കൊലപ്പെടുത്തിയത്. നിലവിൽ ഇപ്പോൾ 3 പേരുടെ മൃതദേഹമാണ് ആശുപത്രിയിലേക്ക് മാറ്റിയിട്ടുള്ളത്. 2 പേരുടെ മൃതദേഹം, അതായത് പ്രതി അഫാന്റെ അച്ഛന്റെ സഹോദരന്റെയും സഹോദരന്റെ ഭാര്യയുടെയും മൃതദേഹം അവരുടെ വീട്ടിൽ തന്നെ, ചുള്ളാടുള്ള വീട്ടിൽ തന്നെയാണുള്ളത്. അവിടെ ഇൻക്വസ്റ്റ് നടപടികളൊക്കെ തന്നെ പുരോഗമിക്കുകയാണ്. വെഞ്ഞാറമൂട്ടിലെ അരുംകൊലയിൽ നടുങ്ങിയിരിക്കുകയാണ് നാട്. നിലവിൽ പ്രാഥമികമായി പ്രതി അഫാന്റെ മൊഴി പോലീസ് രേഖപ്പെടുത്തിയിട്ടുണ്ട്. എലിവിഷം കഴിച്ചു എന്ന് അഫാൻ പോലീസിനോട് പറഞ്ഞിരുന്നു. അതിന്റെ അടിസ്ഥാനത്തിൽ നിലവിൽ തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ ചികിത്സയിലാണ് അഫാൻ ഉള്ളത്. അവിടെ വെച്ചാണ് പ്രാഥമികമായി മൊഴി രേഖപ്പെടുത്തിയത്. നിലവിൽ പ്രതിയുടെ ആരോഗ്യനില തൃപ്തികരമാണ് എന്നാണ് ആശുപത്രി അധികൃതർ അടക്കം അറിയിക്കുന്നത്. എന്നാലും ഒബ്സർവേഷൻ വേണ്ടിവരും, കൂടുതൽ സമയം നിരീക്ഷണത്തിൽ വെക്കേണ്ടി വരും. അത്തരത്തിൽ ഒരുപക്ഷെ ഇന്നും ആശുപത്രിയിൽ അഫാൻ തുടരാനുള്ള ഒരു സാധ്യതയാണുള്ളത്. നിലവിൽ 2 പേരുടെ, നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ 2 പേരുടെ ഇൻക്വസ്റ്റ് നടപടികളാണ് പൂർത്തീകരിക്കാനുള്ളത്. 5 CIമാരടങ്ങുന്ന സംഘമാണ് ഇൻക്വസ്റ്റ് നടപടികൾ നടത്തുക. പ്രതി അഫാൻ കൊലപാതകം നടത്താൻ പോകുമ്പോഴുള്ള CCTV ദൃശ്യങ്ങൾ, അത്തരത്തിലുള്ള വിവരങ്ങളൊക്കെ തന്നെ പുറത്തു വന്നിരുന്നു. ഇപ്പോൾ ലത്തീഫിന്റെ വീട്ടിൽ നിന്ന് 2 കൊലപാതകങ്ങൾ നടന്ന ചുള്ളാടുള്ള ലത്തീഫിന്റെ വീട്ടിൽ നിന്ന് സാന്ത്വന സാജു വിവരങ്ങൾ പങ്കുവയ്ക്കാൻ ചേരുന്നുണ്ട്. സാന്ത്വന, നിലവിൽ അവിടെ ഇൻക്വസ്റ്റ് നടപടികൾ തുടങ്ങിയിട്ടുണ്ടോ? എങ്ങനെ പുരോഗമിക്കുന്നു? സ്നേഹ, ഇവിടെ ഇൻക്വസ്റ്റ് നടപടികൾ പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ്. അല്പസമയത്തിനകം തന്നെ ആ നടപടിക്രമങ്ങൾ പൂർത്തിയാകും. രാവിലെ കൃത്യം 7 മണിക്ക് തന്നെ ഈ നടപടികളൊക്കെ തന്നെയും ആരംഭിച്ചതാണ്. നിലവിലിപ്പോൾ കിളിമാനൂർ CIയുടെ നേതൃത്വത്തിലാണ് ഇവിടെ ഈ ഒരു ഇൻക്വസ്റ്റ് നടപടികൾ നടക്കുന്നത്. നമ്മൾ ദൃശ്യങ്ങൾ കണ്ടാൽ നമുക്ക് അത് വ്യക്തമാകും. ഈ വീട്ടിൽ 2 പേരുടെ മൃതദേഹമാണുള്ളത്. ഈ പ്രതിയുടെ അച്ഛന്റെ ജ്യേഷ്ഠനായ ലത്തീഫിന്റെ ഭാര്യ ഷാഹിദയുടെയും മൃതദേഹങ്ങളാണ് ഇവിടെയുള്ളത്. അതിൽ ഒരാളുടെ ഇൻക്വസ്റ്റ് നടപടികൾ പൂർത്തിയായിട്ടുണ്ട്. ഇനി ഒരാളുടെ കൂടെ പൂർത്തിയാകാനുണ്ട് എന്നാണ് ഇപ്പോൾ നിലവിൽ പോലീസ് വ്യക്തമാക്കിയിരിക്കുന്നത്. ആറ്റിങ്ങൽ DYSP അടക്കമുള്ള ആളുകൾ ഈ സംഭവ സ്ഥലത്തേക്ക്, ഈ ഇൻക്വസ്റ്റ് നടപടികൾ നടക്കുന്ന വീട്ടിലേക്ക് എത്തിയിട്ടുണ്ട്. അദ്ദേഹം തന്നെയാണ് പറഞ്ഞത് ഇനി ഒരു കുറച്ച് സമയത്തിനകം തന്നെ അടുത്ത ആളുടെ ഇൻക്വസ്റ്റ് നടപടികൾ കൂടി പൂർത്തിയാകും. അതിനുശേഷം മൃതദേഹം ഇവിടുന്ന് പോസ്റ്റ്മോർട്ടത്തിനായി കൊണ്ടുപോകും. തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലേക്ക് മൃതദേഹങ്ങൾ മാറ്റുവാൻ തന്നെയാണ് നിലവിൽ സാധ്യത ഉള്ളത്. അതിനുശേഷമായിരിക്കും ഖബറടക്കം നടത്തുക. ഈ പാങ്ങോട് ജമാഅത്ത് പള്ളിയിലെ ഖബർസ്ഥാനത്തായിരിക്കും ഇവരുടെ മൃതദേഹം ഖബറടക്കുക എന്ന് നേരത്തെ ഈ പഞ്ചായത്ത് മെമ്പറും നമ്മളോട് അറിയിച്ചിട്ടുണ്ട്. അപ്പോൾ അതുമായി ബന്ധപ്പെട്ടുള്ള നടപടിക്രമങ്ങൾ തന്നെയായിരിക്കും ഇനിയും നടക്കുവാനുള്ളത്. വളരെ ആളുകൾക്കൊക്കെ തന്നെയും അങ്ങേയറ്റം പ്രിയപ്പെട്ട, എല്ലാവർക്കും നല്ല പരിചയമുള്ള, എല്ലാവരോടും നല്ല അടുത്ത ഇടപഴകിയിരുന്ന ഒരു വ്യക്തിയായിരുന്നു ഈ ലത്തീഫിന്റെ കുടുംബവും ഒക്കെ തന്നെ. അങ്ങനെ ആളുകളുമൊക്കെയായി വളരെ അടുത്ത ബന്ധമുള്ള ഒരു കുടുംബമായിരുന്നു. അത്തരത്തിൽ ആ ഒരു കുടുംബത്തിൽ ഇങ്ങനെ വിചാരിതമായി ഒരു കൊല നടക്കുമ്പോൾ ആളുകളെ സംബന്ധിച്ചിടത്തോളം വളരെ ഒരു ഞെട്ടലുണ്ട്. ആ ദൃശ്യങ്ങൾ നമുക്ക് കണ്ടാൽ തന്നെ വ്യക്തമാകും. ഇന്നലെ വൈകിട്ട് നമ്മൾ ഇവിടെ വരുമ്പോൾ മുതൽ ഇത്തരത്തിൽ പ്രദേശത്തൊക്കെ വലിയ രീതിയിൽ ആളുകൾ ഇങ്ങനെ തടിച്ചു കൂടി നിൽക്കുകയാണ്. കാരണം അവർക്കും ഇത് വിശ്വസിക്കാൻ കഴിയുന്ന ഒന്നായിരുന്നില്ല. കാരണം എല്ലാ ദിവസവും വൈകുന്നേരം 6 മണിക്ക് പള്ളിയിൽ പോകുന്ന ആളുകളെ കണ്ടാൽ സംസാരിക്കുന്ന അത്രത്തോളം അടുത്ത ഇടപഴകിയിരുന്ന ഒരു റിട്ടയർഡ് CRPF ഉദ്യോഗസ്ഥനായിരുന്നു ലത്തീഫ്. അത് മാത്രവുമല്ല, അദ്ദേഹത്തിന്റെ വീട് കഴിഞ്ഞ് 25 വർഷമായിട്ടാണ് അദ്ദേഹം ഇവിടെ ഈ സ്ഥലം വാങ്ങി വീട് വെച്ച് ഇവിടെ തന്നെയാണ് താമസം. അങ്ങനെ എല്ലാവർക്കും അറിയുന്ന ഒരു ആൾ. അപ്പോൾ ഇന്നലെ വൈകുന്നേരം ഇത്തരത്തിലൊരു സംഭവം ഉണ്ടാകുമ്പോൾ ഈ അടുത്തുള്ള 2 വീടുകളാണ്, ഈ വീടിന്റെ അപ്പുറത്തും ഇപ്പുറത്തെ സൈഡിലായി 2 വീടുകളുണ്ട്. പക്ഷേ ആ വീട്ടിലുള്ള ആരും തന്നെ ഈ സംഭവം നടന്നത് ഈ സമയത്ത് അറിഞ്ഞിട്ടുണ്ടായിരുന്നില്ല. പിന്നീട് പോലീസും ഒക്കെ ഇവിടെ എത്തി പരിശോധന നടത്തിയ സമയത്താണ് ഇത്തരത്തിൽ 2 അരിങ്കൊലകൾ, ഈ 2 പേർ ഇവിടെ ഉണ്ടായിരുന്ന ലത്തീഫിന്റെ ഭാര്യയും മരണപ്പെട്ടു എന്നുള്ള വിവരം ഈ നാട്ടുകാരടക്കം അറിയുന്നത്. ഈ പോലീസിന്റെ അടുത്ത് പ്രതി പറഞ്ഞത് പ്രകാരമാണ് ഇങ്ങനെ ഒരു അരിങ്കൊല ഇവിടെ നടന്നിട്ടുണ്ടോ എന്നറിയാൻ പോലീസ് ഈ വീട്ടിലേക്ക് എത്തിയത്. പിന്നാലെ തന്നെയാണ് ഇത്തരത്തിൽ ഒരു സംഭവം കണ്ടെത്തുകയും ചെയ്തിരിക്കുന്നത്. ഇവിടെ നാട്ടുകാരൊക്കെ ചില ആളുകളുണ്ട്. നിങ്ങളൊക്കെ ഇവിടെയുള്ള ആളുകളാണോ? എങ്ങനെയാണ് ഇവിടെയുള്ള ലത്തീഫിനെ അറിയുന്ന ആളുകളായിരുന്നോ? എങ്ങനെ മരണം അറിഞ്ഞപ്പോൾ കുറച്ച് കഴിഞ്ഞിട്ടാണ് വന്നത്. കൂടുതൽ അണ്ണനറിയാം. ചേട്ടൻ ഇവിടെ അടുത്തുള്ള ആളാണോ? ഞാനൊരു 7:10 പാസ് ചെയ്ത് പോവുകയാണ് ചെയ്തത്. 7:10 പാസ് ചെയ്ത് പോയ സമയത്ത് ഇവിടെ ഒരു അനക്കവുമില്ല. ഞാൻ ഒരു 5 കിലോമീറ്റർ അപ്പുറത്ത് മുതുകുള എന്ന് പറയുന്ന സ്ഥലത്ത് ചെന്നപ്പോൾ എന്നെ ഒരാൾ ഫോണിൽ വിളിക്കുന്നു. ഇവിടെ എന്തെങ്കിലും വിഷയം ഉണ്ടാകുന്ന ചോദിച്ചോണ്ട് എന്നെ വിളിച്ചിട്ട് ഞാൻ പറഞ്ഞില്ല, ഞാൻ ഇപ്പോൾ അവിടെ നിന്ന് ഇങ്ങോട്ട് വന്നില്ലേ ഉള്ളൂ. ഇല്ല, ഞാൻ തൊട്ടടുത്ത് ഇവിടെ തന്നെ ഉടനെ വിളിച്ചു.
അപ്പോൾ പറയണ ഇങ്ങനെ പോലീസ് വന്ന് ഇവിടെ ഒരു മരണം നടന്ന് ഇന്നാരെ വെട്ടിക്കൊന്നു, അയാളെയും ഭാര്യയും വെട്ടിക്കൊന്നു എന്നും പറഞ്ഞു. ഞാൻ പോയ കാര്യം മുടക്കിയിട്ട് ഉടനെ തന്നെ തിരിച്ചു കുഞ്ഞു വന്നു. ഇവിടെ വന്നപ്പോൾ ആള് 70 പോകുമ്പോഴും ഇവിടെ ലൈറ്റ് ഒന്നുമില്ല. അപ്പോൾ പോലീസ് വന്നതിന് ശേഷം ഇവിടുത്തെ വിവരം അറിയണുള്ളൂ. അതുവരെ ഒന്നും ആരും അറിയില്ല, നാട്ടുകാരും അറിയില്ല. ഇങ്ങനെ വെട്ടിക്കൊന്നു ഞാൻ വിളിച്ചു ചോദിച്ചപ്പോൾ പറഞ്ഞു പോലീസ് വന്നതിന് ശേഷം ഇവിടുത്തെ നാട്ടുകാർ പോലും അറിയുന്നുള്ളൂ. കാര്യം ഇതൊക്കെ ഡോറൊക്കെ അടച്ചിട്ടിട്ടില്ലേ പോയിരിക്കുന്നത്, അതുകൊണ്ടൊന്നും അറിഞ്ഞില്ല. ഇവിടെ വന്നപ്പോൾ ഇങ്ങനെ കുടുങ്ങിക്കുന്നത്. എങ്ങനെയാണ് ആളുകളുമൊക്കെയായി വളരെ സഹകരിക്കുന്ന ഒരാളാണ്, ഡീസന്റ് മനുഷ്യനാണ്. ആരുമായിട്ട് യാതൊരു വളരെ ക്വൈറ്റാണ് ആള്. മെനഞ്ഞാന്ന് 6:30 മണിക്ക് എല്ലാ ദിവസവും ഇവിടെ പള്ളിയിൽ വരും. ഇവിടെ ഒരു തെക്കാവുണ്ട്, അവിടെ വന്ന് നമസ്കരിച്ചിട്ട് വരുന്നതാണ്. ആരുമായി വളരെ നല്ല മനുഷ്യനാണ്. CRP റിട്ടയർഡായി ഇവിടെ ഒരു 10-25 വർഷം കൊണ്ട് ഇവിടെ വീടും വെച്ച് വൈഫ് ഇവിടെ അടുത്താണ്. അവിടെ നിന്നാണ് ഇവിടെ വന്ന് ഇപ്പോൾ വീട് വെച്ച് താമസിച്ചു കഴിക്കും. കുടുംബമൊക്കെ എങ്ങനെയാ? മക്കളൊക്കെ 2 പെൺമക്കളല്ലേ ഉള്ളൂ. അവർ വിവാഹം കഴിച്ച് അയച്ചു. അവർ ഇവിടെ ഏറ്റവും വലിയ ഇത് വരവ് വന്നു പോകാനിരിക്കും നമ്മളറിയാറില്ല. 2 പെണ്ണുങ്ങൾക്ക് മാത്രമേ ഉള്ളൂ, ആൺമക്കളില്ല. ഈ സംഭവം നടക്കുന്നതിന് മുമ്പോ ഇവിടെ ഏതെങ്കിലും ബഹളമോ അങ്ങനെ എന്തെങ്കിലും നടന്നായിട്ടൊക്കെ? അമ്മ ഇവിടെ ഉച്ചയ്ക്കാണ്ട് വന്ന് സംഭവം നടത്തിയിട്ട് പോയി. ഇത് സംഭവം നടന്നിട്ട് ഞാൻ ബോഡി കണ്ടപ്പോൾ ബ്ലഡൊക്കെ ഉണങ്ങിയിരിക്കുന്നതാണ് കണ്ടത്. അപ്പം നേരത്തെ നടന്നു എന്നുള്ളതാണ് എൻ്റെ. 7 മണിക്ക് ശേഷമാണോ ഈ ബോഡി കണ്ടത്? 7:30 ആയി. 7 മണിക്ക് ശേഷമല്ലേ പോലീസ് വരണം. പോലീസ് വന്നതിന് ശേഷമല്ലേ ഇതൊക്കെ കാണും. നാട്ടുകാരെല്ലാവരും അറിയുന്നത് ഇതിന് ശേഷമാണ്. ഇവിടെ എങ്ങനെയായിരുന്നു അവസ്ഥ? എന്തായിരുന്നു? വളരെ വികൃതമായ അവസ്ഥയായിരുന്നു. വികൃതമൊന്നല്ല, അയാള് ഇങ്ങനെ ഒരു സൈഡ് തിരിഞ്ഞ് അങ്ങനെ ഇരുന്നു. ബ്ലഡൊക്കെ ഇങ്ങനെ മൊത്തം ഒഴി ഒരു കയ്യിൽ മാത്രമേ അയാള് ധരിച്ചിട്ടുള്ളൂ. സെറ്റിയിൽ ഇരിക്കുകയാണ് ഇത്. അപ്പായിരിക്കും ചെയ്തിട്ടുള്ളൂ. ആ സെറ്റിയിൽ ഇരുന്ന് ആ ഇരിപ്പിലിരിക്കുകയാണ്. എവിടെയാണ് കൂടുതലും മുറിവേറ്റിരിക്കുന്നത്? എവിടെയാണ്? തലയ്ക്ക് തന്നെ, നെറ്റിയിലും തലയ്ക്കുമായിട്ടാണ് ഈ മുറിവ് കാണുന്നത്. ബ്ലഡ് ഇങ്ങനെ ഒഴിവുണ്ട്, നമുക്ക് കാണാൻ പോലുമുള്ള ഇതില്ല. അത്രയും വളരെ മോശമായ രീതിയിലാണ് ബോഡി. മറ്റേ ഭാര്യയുടെ മൃതദേഹം ഷാഹിദയുടെ കണ്ടില്ല, അത് അകത്തായതുകൊണ്ട് ഞാൻ അങ്ങോട്ട് കയറിയില്ല. ഇത് കണ്ടിട്ട് പിന്നെ അങ്ങോട്ട് കയറിയില്ല. ഇത് കണ്ടപ്പോ തന്നെ മനസ്സിലായി. പിന്നെ മടുത്തു. അത്രയും വികൃത ഒരു ഇതായിരുന്നു. ഞാനും ഈ പ്രദീപുമായിട്ടാണ് ഈ സമയത്ത് ഞങ്ങളോട് വരുന്നത്. ഇതിലെ കടന്നു പോണത് ആ പ്രദീപ് ഇപ്പൊ നിന്ന സുഹൃത്തായിരുന്ന ആളായിരുന്നോ? ഞങ്ങൾ കണ്ട് സംസാരിക്കാറുണ്ട്, സ്ഥിരം കാണും. ആർക്കും ഒരു ശല്യവുമില്ല. ഒരു വളരെ ക്വൈറ്റായ ആളാണ്. നല്ല സൗഹൃദത്തിലുമാണ്. ആരുമായിട്ടും വളരെ ഒരു ശത്രുതയില്ല. സ്നേഹ, നാട്ടുകാർക്കൊക്കെ തന്നെയും ആരോട് ചോദിച്ചാലും ഇത് തന്നെയാണ് പറയാനുള്ളത്. വളരെ ശാന്തനായ ഒരു മനുഷ്യൻ, എല്ലാവരോടും സഹകരിക്കുന്ന, എല്ലാ ദിവസവും വൈകിട്ട് 6 മണിക്ക് പള്ളിയിൽ പോയി നിസ്കരിക്കുന്ന, കഴിഞ്ഞ 25 വർഷമായി ഇവിടെ വീട് വെച്ച് താമസിക്കുന്ന ഒരു സാധാരണ ഒരു കുടുംബസ്ഥൻ, എല്ലാവർക്കും വളരെ പ്രിയപ്പെട്ട ഒരു മനുഷ്യൻ. അങ്ങനെയുള്ള ഒരാളുടെ മരണം എന്ന് പറയുന്നത് ഈ നാടിനെ മൊത്തം ഞെട്ടിച്ചിരിക്കുകയാണ് എന്ന് പറയും. കാരണം അവരാരും പ്രതീക്ഷിച്ചിരുന്നില്ല. ഇന്നലെ വൈകിട്ട് 7 മണിയായപ്പോഴേക്കും പോലീസ് ഈ തൊട്ടപ്പുറത്തുള്ള ജംഗ്ഷനുണ്ട്, ചുള്ളാളം ജംഗ്ഷൻ, അവിടെ എത്തിയാണ് ഈ ലത്തീഫിന്റെ വീട്ടിലേക്ക് പോകുന്ന വഴി പോലീസ് ആദ്യം ചോദിക്കുന്നത്. അപ്പോൾ അവിടെ പരിചയമുള്ള ഒരാളുണ്ടായിരുന്നു. അയാൾ പറയുന്നു ഇവിടെയാണ് വീട്, ഞാൻ കൊണ്ട് കാണിക്കാം. അങ്ങനെ അയാളെയും കൂടെ പോലീസ് ജീപ്പിലേക്ക് കയറ്റിയാണ് പോലീസ് ഇവിടെ എത്തുന്നത്. ഇവിടെ എത്തി ഈ കതക് തുറന്ന് നോക്കുമ്പോൾ തന്നെ ഇത്തരത്തിൽ 2 കൊടും കൊലപാതകങ്ങൾ ഇവിടെ നടന്നിട്ടുണ്ട് എന്ന് പോലീസിന് മനസ്സിലാകുന്നു. കൂടെ വന്ന ആളുകളോട് പോലീസ് പുറത്ത് വെയിറ്റ് ചെയ്യാൻ പറയുകയും ചെയ്യുന്നുണ്ട്. അതിനുശേഷമാണ് ഇവിടുത്തെ നടപടിക്രമങ്ങളൊക്കെ തന്നെയും നടത്തുകയും ഒക്കെ ചെയ്യുന്നത്. ഇപ്പോൾ ഈ ആളുകളെ സംബന്ധിച്ചിടത്തോളം ഇവരാരും അറിഞ്ഞിരുന്നില്ല. തൊട്ടടുത്ത് 2 വീട് ഉണ്ട് എങ്കിൽ പോലും അവരാരും ഒരു ബഹളം പോലും കേട്ടില്ല എന്നുള്ളതാണ്. ഈ അകത്തുണ്ടായിരുന്ന ഈ ഷാഹിദ, ഈ ലത്തീഫിന്റെ ഭാര്യയുടെ മൃതദേഹത്തിന്റെ വായിൽ തുണി തിരികെ വെച്ചിട്ടുണ്ട് എന്ന് നമ്മൾ മനസ്സിലാക്കുന്നുണ്ട്. അപ്പോൾ അത്തരത്തിലുള്ള വിവരങ്ങളും ലഭിക്കുന്നുണ്ട്. അപ്പോൾ ഇവർ കരയാനോ മറ്റോ ശ്രമിച്ചപ്പോൾ ഇത്തരത്തിൽ തുണി തിരികെ വെച്ചതാകാനാണ് സാധ്യത. ഇവർ കഴുത്തിലിട്ടിരുന്ന ഷോള് തന്നെയാണ് ഇവരുടെ വായിൽ തിരികെ വെച്ചിരിക്കുന്നത് എന്നാണ് ഇപ്പോൾ പ്രാഥമികമായി ലഭിക്കുന്ന വിവരം. അപ്പോൾ അത്തരത്തിൽ ഒരു തരത്തിലും ഇത്തരത്തിലൊരു ഒച്ച പോലും പുറത്തു പോകരുത് എന്ന് അറിഞ്ഞുകൊണ്ട് അല്ലെങ്കിൽ മനഃപൂർവ്വം വന്ന് കൊല ചെയ്തു പോയ ഒരു അന്തരീക്ഷം തന്നെയായിരുന്നു ഈ വീട്ടിലുണ്ടായിരുന്നത്. ഈ പോലീസും മറ്റു ആളുകളും ഒക്കെ ഇവിടെ എത്തിയപ്പോഴാണ് ഇത്തരത്തിലൊരു കൊലപാതകം ഇവിടെ നടന്നിട്ടുണ്ട് എന്ന് ഈ പ്രദേശവാസികൾ പോലും അറിയുന്നത്. അപ്പോൾ മുതൽക്ക് തന്നെ നമ്മൾ ഈ ദൃശ്യങ്ങൾ കാണുന്നത് പോലെ തന്നെ വലിയ ഒരു ജനക്കൂട്ടമാണ് ഈ വീടിന് മുന്നിലുള്ളത്. ഇവരൊക്കെ തന്നെയും അത്രത്തോളം പ്രിയപ്പെട്ട ഒരാളുടെ ഒരു മരണമറിഞ്ഞ് അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെയും ഭാര്യയുടെയും മരണമറിഞ്ഞ് ഇവിടെ എത്തിയ ആളുകളാണ്. ഇവരൊക്കെ തന്നെയും അതിന്റെ ഒരു വിഷമവും അല്ലെങ്കിൽ വിഷമത്തിനപ്പുറത്തേക്ക് അതിന്റെ ഒരു ഭീതി, ഒരു കൊല അവരുടെ നാട്ടിൽ നടന്നിരിക്കുന്നു എന്നുള്ള ഒരു ഭീതി ഇവിടുത്തെ ആളുകളിലൊക്കെ തന്നെ നമുക്ക് കാണുവാൻ കഴിയുന്നുണ്ട്. ഇപ്പോൾ ഇൻക്വസ്റ്റ് നടപടികൾ അല്പസമയത്തിനകം തന്നെ പൂർത്തിയാകും എന്നാണ് സ്നേഹ നമ്മൾ മനസ്സിലാക്കുന്നത്. അതിനുശേഷമായിരിക്കും പോസ്റ്റ്മോർട്ടം നടപടികൾക്കും മറ്റുമായിട്ട് മൃതദേഹം ഇവിടെ നിന്ന് കൊണ്ടുപോകുക. അപ്പോൾ ഈ പറയുന്നത് പോലെ എന്തിനാണ് ഇവരെ ഈ കൊലപാതകത്തിന്റെ ഒരു ഭാഗമാക്കിയത് എന്നുള്ള ഒരു സംശയം ഇപ്പോഴും ബാക്കി നിൽക്കുകയാണ്. സാമ്പത്തിക പ്രതിസന്ധിയാണ് എങ്കിൽ എങ്ങനെയാണ് ഇവർ ഈ കുടുംബം, അതായത് അച്ഛന്റെ ചേട്ടന്റെ കുടുംബമാണിത്, അവരെങ്ങനെ
എങ്ങനെയാണ് ഈ സാമ്പത്തിക പ്രതിസന്ധിയുടെ ഭാഗമാകുക, അല്ലെങ്കിൽ ഈ സാമ്പത്തിക പ്രതിസന്ധിയിൽ എങ്ങനെയാണ് തനിക്കുണ്ടായ ഒരു സാമ്പത്തിക പ്രതിസന്ധിയിൽ എന്താണ് ഈ അച്ഛന്റെ ചേട്ടനോടുള്ള ഒരു വൈരാഗ്യം ഉണ്ടാകാൻ ഈ പ്രതിക്ക് കാരണമായത് എന്നുള്ള അന്വേഷണമാണ് പോലീസ് പ്രധാനമായും നടത്തി വരുന്നത്. അതല്ല ഈ പറഞ്ഞതുപോലെ ഈ പെൺസുഹൃത്തുമായി ബന്ധപ്പെട്ടുള്ള ഒരു പ്രശ്നമാണെങ്കിൽ അതിൽ ഇവരൊക്കെ എന്താണ് പങ്കുള്ളത്, അല്ലെങ്കിൽ എന്തിനാണ് ഇവരെ കൊലപ്പെടുത്തിയത് എന്നുള്ള ഒരു അന്വേഷണമാണ് ഇപ്പോൾ നടന്നു വരുന്നത്. ഇവർക്ക് എന്താണ് ഈ പ്രതിയൊക്കെ ഇവരോട് എന്താണ് നിലവിൽ ചുള്ളാളത്തുള്ള പ്രതി അഫാന്റെ അച്ഛന്റെ സഹോദരന്റെ വീട്ടിൽ നിന്നാണ് സാന്ത്വന വിവരങ്ങൾ പങ്കുവെക്കുന്നത്. 2 പേരാണ് അവിടെ ക്രൂരമായി കൊല ചെയ്യപ്പെട്ടിരിക്കുന്നത്. അഫാന്റെ അച്ഛന്റെ സഹോദരനായ ലത്തീഫും ലത്തീഫിന്റെ ഭാര്യയുമാണ് കൊല ചെയ്യപ്പെട്ടിരിക്കുന്നത്. ഇരുവരുടെയും മൃതദേഹം നിലവിൽ ആ വീട്ടിനുള്ളിൽ തന്നെയാണ് ഉള്ളത്. അവിടെ ഇൻക്വസ്റ്റ് നടപടികളൊക്കെ പൂർത്തിയാവുകയാണ്. അതിനുശേഷമായിരിക്കും മൃതദേഹം ആശുപത്രിയിലേക്ക് മാറ്റി പോസ്റ്റ്മോർട്ടം അടക്കമുള്ള നടപടികൾ പൂർത്തിയാക്കേണ്ടതുണ്ട്. ലത്തീഫിന്റെ മൃതദേഹം സോഫയിൽ ഇരിക്കുന്ന നിലയിലും ഭാര്യയുടെ മൃതദേഹം അടുക്കള ഭാഗത്ത് നിലത്ത് തലയ്ക്ക് അടിയേറ്റ് കൊല്ലപ്പെട്ട് കിടക്കുന്ന നിലയിലുമാണ് കണ്ടെത്തിയത്. നിലവിൽ അവിടെ ഡോഗ് സ്ക്വാഡ് അടക്കം സ്ഥലത്തെത്തി പരിശോധന നടത്തുകയാണ്. എല്ലാവരുടെയും പോസ്റ്റ്മോർട്ടം പൂർത്തിയാക്കിയ ശേഷം ഇന്ന് തന്നെ മൃതദേഹം സംസ്കരിക്കും. നിലവിൽ ചുള്ളാളത്തുള്ള വീട്ടിൽ ഇൻക്വസ്റ്റ് നടപടികൾ പുരോഗമിക്കുകയാണ്. 5 പേരെയാണ് അഫാൻ എന്ന 23-കാരൻ ക്രൂരമായി കൊലപ്പെടുത്തിയത്. 13 വയസ്സുള്ള പ്രിയപ്പെട്ട തന്റെ സഹോദരൻ അഫ്സാൻ അടക്കമുള്ളവരെയാണ് ഇന്നലെ അഫാൻ കൊലപ്പെടുത്തിയത്. നിലവിൽ അഫാന്റെ ഉമ്മ ഫെമി ഗുരുതരമായി പരിക്കേറ്റ് ഗോകുലം മെഡിക്കൽ കോളേജിൽ ചികിത്സയിലാണ്. അഫാന്റെ പെൺസുഹൃത്ത് ഫർസാനയുടെ മൃതദേഹവും സഹോദരൻ 13-കാരനായ അഫാന്റെ മൃതദേഹവും അവിടെ തന്നെയാണുള്ളത്.